ഇത് 200 ഗ്രാം വെല്ലമുണ്ട്. ഇതിന് നമ്മൾ ഒരു 300 മില്ലി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് കറുത്ത വെല്ലം, ഇപ്പോൾ വെള്ള വെല്ലം വേണമെന്ന് അതാ ഇതിങ്ങനെ കറുത്ത് കിടക്കുന്നത്. ഇങ്ങനെ കുറച്ച് ഉപ്പ് മതി ഇട്ടത് കണ്ടോ, ഈ ഉപ്പ് മതി. ഇങ്ങനെ വറുത്തെടുക്കുക. ഇതിൻ്റെ വേവ് എന്ന് പറഞ്ഞത് ഇത് കണ്ടോ, ഈ കടല ഒരു ചുമന്ന കളർ കണ്ടോ, ഈ ചുമന്ന കളറ് ആ തൊലി പോയതിന് അയ്യോ ഈ ചുമന്ന കളർ വരുമ്പോൾ എടുത്താൽ മതി. അതാണ് അതിൻ്റെ വേവിൻ്റെ പാകം. ഒന്നിങ്ങനെ വറുത്തെടുക്കണം. ഇതുണ്ടോ, വീണ്ടും ഉപ്പ് പൊടി ചൂടാക്കിയിട്ട് ആ ചൂടാക്കി വെച്ച അരി ഇതിലിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അരി പൊരിഞ്ഞിട്ടുണ്ട്. ഈ അരി ഇങ്ങനെയാണ് പൊരി കേട്ടോ. അത് കൈ വെച്ച് ഇങ്ങനെ വരച്ചാൽ ഉണ്ടോ ഇതിൻ്റെ തൊലിയൊക്കെ പോവും. രണ്ട് നോക്കാം, നോക്ക്. വെല്ലപ്പാവ് എടുക്കുമ്പോൾ ഇതാ ഈ പാത്രം അടക്കം ഇങ്ങനെ വരുന്നത്. ഇതിന്ന് കിട്ടുന്നില്ല. അത്ര 1/2 കിലോ കടലയുണ്ട്. അപ്പം നമ്മളൊരു സുമാറ് കുറച്ച് ഇതങ്ങ് ഒഴിക്കട്ടെ. ഈ വെല്ലപ്പാവ് ഇതാ നമുക്കിത് ഇത്ര കടലപ്പരിപ്പുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഈ ഇതിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ പൊടിച്ച വെച്ച അരിയും കറുത്ത വെല്ലായിട്ട് ഇങ്ങനത്തെ കളറ്. ഇനി ഇത് മുറിച്ചെടുക്കണം. ഈ പാത്രത്തിൻ്റെ കോലം നോക്കാം, ഇങ്ങനെയാണ്. ഇത് ഇന്ന് വരുന്നില്ല. ഇതിങ്ങനെ ഈ മുട്ടതിൻ്റെ സ്ഥിതി. കടലമുട്ട ഇങ്ങനെയായിപ്പോയി. ഇത് കണ്ടോ, ഈ 1-2 കഷ്ണം മാത്രം നന്നായി